ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ആയുർവേദത്തിലെ പ്രധാന പഞ്ചകർമ്മ ചികിത്സയായ നസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നസ്യത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, നസ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് അണുതൈലം കൊണ്ടുള്ള നസ്യത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സൈനസൈറ്റിസ് പോലുള്ള കംപ്ലയിൻസിനും അതുപോലെ തന്നെ അലർജി മൂലമുണ്ടാകുന്ന തുമ്മൽ, ജലദോഷം ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ് അണുതൈലത്തിൻ്റെ നസ്യം. അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെ കംപ്ലയിൻസ് ഉള്ളവർക്കും അണുതൈലത്തിൻ്റെ നസ്യം വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു നസ്യം എന്ന് പറയുന്നത് ക്ഷീരബലയുടെ നസ്യമാണ്. ക്ഷീരബല 101 ആവർത്തിയുടെ ഡ്രോപ്സ് നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നമ്മൾ നസ്യം ചെയ്യുന്നത് ഇൻസോംനിയ പോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഉറക്കക്കുറവ്, അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ക്ഷീരബല കൊണ്ടുള്ള നസ്യം. അതുപോലെ തന്നെ നമുക്ക് എള്ളെണ്ണ കൊണ്ടുള്ള നസ്യത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് ഇനി നോക്കാം. എള്ളെണ്ണ കൊണ്ടുള്ള നസ്യം നമുക്ക് നെക്ക് പെയിൻ പോലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ കഴുത്ത് വേദന, കഴുത്ത് തിരിക്കാൻ വയ്യ, മസിൽ പെയിൻ, അതുപോലെ തന്നെ നീരിറക്കം ഇതുപോലുള്ള കണ്ടീഷൻസിന് നമുക്ക് എള്ളെണ്ണ കൊണ്ട് നസ്യം ചെയ്യുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ ആയാലും എള്ളെണ്ണ കൊണ്ട് നസ്യം ചെയ്യാവുന്നതാണ്. നമ്മുടെ മുഖത്ത് മൊത്തമുള്ള ഇന്ദ്രിയങ്ങൾക്ക്, അതായത് കണ്ണ്, അതുപോലെ തന്നെ മൂക്ക്, ചെവി, വായ് ഇതിനെല്ലാം വളരെയധികം ദൃഢത കിട്ടുന്നതാണ് നസ്യം എന്ന് പറയുന്ന പ്രൊസീജിയർ. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഐസൈറ്റിനും, അതായത് കാഴ്ച വർദ്ധിക്കാനും അതുപോലെ തന്നെ കേൾവി ശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഘ്രാണശക്തി ഇതെല്ലാം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നസ്യം നമ്മൾ ഡെയിലി ബേസിസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കഴുത്തിന് മുകളിലോട്ടുള്ള നെർവ്സ് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് സ്വാധീനം കുറയുന്ന അവസ്ഥയിൽ നമുക്ക് ഇതുപോലെ നസ്യം ചെയ്യുന്നത് ഞരമ്പുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്, അവയെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതാണ്. സ്ട്രോക്ക് വന്ന പേഷ്യൻസിലൊക്കെ ആണെങ്കിലും മുഖം കൂടിപ്പോവുക, അതുപോലെ തന്നെ ടേസ്റ്റ് അറിയാൻ വയ്യാത്ത അവസ്ഥ, അതുപോലെ തന്നെ കൈക്കൊക്കെ സ്വാധീനക്കുറവ് ഇതൊക്കെ വരുന്ന അവസ്ഥയിൽ നമുക്ക് നസ്യം ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് നസ്യം ചെയ്യുന്നത് എങ്ങനെയാണ്, നസ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നിന്ന് നോക്കാം. നസ്യം ചെയ്യുന്നത് നമ്മൾ രാവിലെയാണ് നസ്യം ചെയ്യേണ്ടത്. അതും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ വേണം നസ്യം ചെയ്യാനായിട്ട്. ഇത് നസ്യം ചെയ്യുന്ന ദിവസം നമ്മൾ തല കുളിക്കാൻ പാടില്ല. മാത്രമല്ല നമ്മൾ അധികം തണുത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അധികം തണുത്ത കാറ്റ്, അധികം യാത്ര ഇതൊന്നും ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇനി എങ്ങനെയാണ് നസ്യം ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കർപ്പൂരാതി തൈലം അല്ലെങ്കിൽ എള്ളെണ്ണയോ നമ്മൾ മുഖത്തും അതുപോലെ തന്നെ നെഞ്ചിലും എല്ലാം എള്ളെണ്ണയോ അതല്ലെങ്കിൽ കർപ്പൂരാതി തൈലമോ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു ആവി കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് സാധാരണ വെള്ളം ചൂടാക്കി അതിൻ്റെ ആവി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്ഷീരധൂമം കണക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് കുറുന്തോട്ടി വേര് ചതച്ചത് പാലിലിട്ടതിന് ശേഷം അതിൻ്റെ ആവി നമുക്ക് ദേഹത്തും അതുപോലെ തന്നെ മുഖത്തും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 2 തുള്ളി അണുതൈലം ഓരോ മുക്കിലും ഇറ്റിക്കുക. അതിനുശേഷം നമുക്ക് ഈ കഫവും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള മെഡിസിനുമെല്ലാം തൊണ്ടയിലെത്തുന്ന സമയത്ത് നമ്മളത് തുപ്പിക്കളയാൻ നോക്കുക. അല്ലാതെ അത് നമ്മൾ സ്വാളോ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇറക്കാൻ പാടില്ല. പകരം നമ്മളത് തുപ്പിക്കളയാണ് വേണ്ടത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചൂടുവെള്ളം നമ്മൾ വായി കൊണ്ട് നിർത്തിയതിന് ശേഷം വായിൽ മെഡിസിനും അതുപോലെ തന്നെ മ്യൂക്കസും എല്ലാം തുപ്പിക്കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചെറിയൊരു ചൂടുവെള്ളം കുടിക്കുന്നതും നല്ലതായിരിക്കും. ഇതുപോലെ നസ്യം ചെയ്യുന്നത് നമ്മുടെ ഡെയിലി ബേസിസിൽ ചെയ്യുന്നത് നമുക്ക് വളരെയധികം പ്രയോജനങ്ങൾ തരുന്നതാണ്. നമ്മുടെ ദിനംതോറുമുള്ള അസുഖങ്ങൾ, സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും അത് വന്നത് തന്നെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നസ്യം പോലുള്ള പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ കഫസംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾക്കും വാതസംബന്ധമായിട്ട് വരുന്ന കഴുത്ത് വേദന, തോളുവേദന ഇതെല്ലാം മാറിക്കിട്ടാനും ഒക്കെ നസ്യം നമ്മൾ ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളവർക്കും നസ്യം ചെയ്യുന്നത് വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. ഇതുമൂലം നമ്മൾ നെക്ക് പെയിൻ മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെ നസ്യം ചെയ്തുകൂടാത്തതിനെ കുറിച്ച് നോക്കാം. അതിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതുപോലെ തന്നെ ഹൈ BP ഉള്ള പേഷ്യൻസ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇവരൊന്നും നസ്യം ചെയ്തുകൂടാത്തതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.